ഹലോ! അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഒരു സ്പെഷ്യൽ വീഡിയോയാണിത്. ആച്ചൂസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അവളുടെ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റമാണിന്ന്. അപ്പോൾ ഞാനും ദേവും ആച്ചൂസും കൂടി ഒരു 3 മണിയായപ്പോഴേക്കും ഒരു ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ ഡാൻസ് സ്കൂളിലേക്ക് പോകുന്നുണ്ട് മേക്കപ്പ് ഒക്കെ ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പൂ വാങ്ങണമായിരുന്നു. അപ്പോൾ പൂവിന് നേരത്തെ തന്നെ ഷോപ്പിൽ പറഞ്ഞിരുന്നു, 5 മുഴം പൂ കെട്ടി വെക്കാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അതൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ആച്ചൂസിന് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. എന്നിട്ട് നമ്മൾ അവിടെ ഡാൻസ് സ്കൂളിലെത്തിയിട്ട് കുറച്ച് നേരം അവിടേക്ക് നിന്നു. ആച്ചൂസിൻ്റെ മുഖത്ത് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. അതായത് ഒരു ഐറ്റം പഠിച്ചിട്ട്, ഭരതനാട്യം പഠിച്ചിട്ട് ആദ്യമായിട്ടുള്ള ഒരു അരങ്ങേറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൂളായിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ആച്ചൂസിനെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്തത്. അപ്പോൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആച്ചൂസ് ഡാൻസ് പഠിക്കുന്നത് ധുനിസാഗര സ്കൂൾ ഓഫ് ഡാൻസ് പഴവിള എന്ന സ്ഥലത്താണ്. കല്ലറ പാങ്ങോട് ഉള്ളൊരു സ്ഥലമാണ് പഴവിള. അപ്പോൾ നമ്മൾ ആച്ചൂസിൻ്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എല്ലാ പേരൻസും ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജ്വല്ലറിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. എല്ലാവരും കൂടിയാണ് ആച്ചൂസിനെ ഒരുക്കാനായിട്ട് സഹായിച്ചത്. അതോടൊപ്പം തന്നെ പൂവൊക്കെ വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല അടുക്കി കെട്ടിയ പൂവായിരുന്നതുകൊണ്ട് തന്നെ നല്ല കനമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വയ്ക്കാനായിട്ട് കുറച്ച് നേരം എടുത്തു. അപ്പോൾ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാവരും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല. കുറേ നേരം ഞാൻ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നതിന് ശേഷമാണ് പിന്നെയാണ് ഞാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തത്. അതിനുശേഷം ഇതേപോലെ പൂവൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ബാക്കിയുള്ള പേരൻസാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതോടൊപ്പം തന്നെ ആച്ചൂസിനപ്പോൾ ടെൻഷനൊക്കെ മാറിയിരുന്നു കേട്ടോ. മുഖത്ത് ആ മേക്കപ്പൊക്കെ ഇട്ടതിന് ശേഷം ആച്ചൂസിൻ്റെ ടെൻഷനൊക്കെ ഒരുവിധം ഒന്ന് കുറഞ്ഞിരുന്നു. പിന്നെ ആച്ചൂസ് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് കയ്യച്ചൊക്കെ ഒന്ന് കളിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ടെൻഷനൊക്കെ മാറിയിരുന്നു. മേക്കപ്പ് ഇട്ടപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനുശേഷം ആച്ചൂസിൻ്റെ കൂടെ കളിക്കാനായിട്ട് ഇന്ന് വേറെയും കുട്ടികളുണ്ടായിരുന്നു. ഒരു നാടോടി നൃത്തം, ഒരു മോഹിനിയാട്ടം, പിന്നെ അല്ലാതെ തന്നെ 2 ഭരതനാട്യം കൂടി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആച്ചൂസിനെക്കാളും ടെൻഷൻ എനിക്കായിരുന്നു. ആച്ചൂസിന് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പൊക്കെ ഇട്ട് അത് റെഡി ആയപ്പോൾ അവളെ ടെൻഷനൊക്കെ അങ്ങ് മാറി കോൺഫിഡൻസ് ആയി. പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഡാൻസ് പഠിക്കണമെന്ന്. അപ്പോൾ എനിക്കത് സാധിച്ചില്ല. എൻ്റെ മോളിൽ കൂടി അത് സാധിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടെൻഷനും ഉണ്ട്. അവൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കളിക്കുന്നത് കൊണ്ടുള്ള ടെൻഷനും ഉണ്ട്. അതോടൊപ്പം തന്നെ സന്തോഷമുണ്ട്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിങ്സ് ആയിരുന്നു ആ ദിവസം. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ അമ്പലത്തിലേക്ക് നേരെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ പൂ വെച്ചിട്ടൊന്നും ശരിയാവുന്നില്ല. അവസാനം സന്ധ്യ ചേച്ചി തന്നെ വന്നിട്ട് പൂവൊക്കെ വച്ച് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ മൂക്കുത്തി വയ്ക്കാനായിട്ട് കുറച്ച് പാടല്ല. മൂക്കുത്തി അകത്തോട്ട് കയറ്റിയപ്പോഴത്തേക്ക് അവൾക്ക് കുറച്ച് വേദനിച്ചായിരുന്നു. ഞാൻ നല്ല ടൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ടൈറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല വേദനിച്ചായിരുന്നു. അപ്പോൾ ഇനി അമ്മ വയ്ക്കേണ്ട, ഞാൻ തന്നെ വച്ചോളാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ളതും കൂടെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ തന്നെ വച്ചോളാം, അമ്മ വയ്ക്കേണ്ട. അമ്മ എന്നിട്ട് പറയുകയാണ്, മൂക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ നിന്ന് ചിരിക്കുകയാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. പിന്നെ ഒരെണ്ണം ഒറ്റയ്ക്ക് തന്നെ വച്ചു. എന്നാലും മറ്റേതൊന്ന് ടൈറ്റായിട്ട് ഇരുന്നില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പറയുന്നുണ്ട് ടൈറ്റ് ആയില്ലെന്ന്. എൻ്റെ മൂക്കുത്തി വെച്ച സമയത്ത് അവൾക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൂക്കിലിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അപ്പുറത്തെ സൈഡിൽ ബാക്കിയുള്ള മേക്കപ്പ് നടക്കുന്നുണ്ട്. ആച്ചൂസിനെ നമ്മൾ ഒരുവിധം റെഡിയാക്കി എല്ലാം ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു സൈഡിൽ കൂടെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ കൂടെ മറ്റൊരാളെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ആച്ചൂസിൻ്റെ കൂടെ നാടോടി നൃത്തം കളിക്കുന്ന ശിവപ്രിയയ്ക്കും നാടോടി നൃത്തത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു. ആദ്യമായിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ ആച്ചൂസിന് ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും റെഡിയായി ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. ഇനിയും ബാക്കി റെഡിയാവാനായിട്ട് കുറച്ച് കുട്ടികളും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ലിപ്പ് പതുക്കെ ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോവാതിരിക്കാനായിട്ട് അത്രയും ശ്രദ്ധിച്ച് പതുക്കെയാണ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത ശേഷം നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
തുടങ്ങിയിട്ടുണ്ട്. ആച്ചൂസിന് മൂക്കുത്തി ഭയങ്കര അസ്വസ്ഥതയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കിൽ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് മേക്കപ്പൊക്കെ കഴിഞ്ഞ ശേഷം എന്താണ് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ അടുത്ത് തന്നെയാണ്, മധുര ദേവീ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആച്ചൂസിൻ്റെ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പലത്തിലെത്തിയതിന് ശേഷം അപ്പോൾ നമ്മൾ ചിലങ്ക കെട്ടുന്നത് അമ്പലത്തിലെത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഇതാണ് ആച്ചൂസിൻ്റെ ഗുരു ആരതി. അപ്പോൾ ആരതിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ചിലങ്കയൊക്കെ വാങ്ങിച്ചതിന് ശേഷം ദക്ഷിണയൊക്കെ കൊടുത്തു. അങ്ങനെ ആരതി ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു, നല്ലപോലെ കളിക്കണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ചിലങ്കയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. ചിലങ്കയൊക്കെ കെട്ടി കൊടുത്തതിന് ശേഷം ഞാൻ പറയുന്നുണ്ട്, ടെൻഷനൊന്നും വേണ്ട, ടെൻഷനൊന്നും ഇല്ലാതെ കളിച്ചാൽ മതി, മക്കളെ കൊണ്ട് പറ്റും, ടെൻഷനൊന്നും അടിക്കാതെ കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മേക്കപ്പൊക്കെ ഇട്ടതിന് ശേഷം അവൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ടെൻഷൻ അത്രയും എനിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി. നമ്മളവിടെ ചെന്നിരുന്ന് കാണാനായിട്ട് പോയി. അപ്പോൾ അവൾ ഡാൻസൊക്കെ നല്ല രീതിയിൽ കളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിലോട്ട് ചെന്നപ്പോഴാണ് കണ്ടത്, കൊച്ചിൻ്റെ കാല് ചിലങ്ക കൊണ്ടിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കളിച്ചപ്പോഴേ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവൾ നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു. കാല് മുറിഞ്ഞ് വേദന ഉണ്ടായിരുന്നെങ്കിലും ആ വേദന സഹിച്ചുകൊണ്ട് തന്നെ എൻ്റെ മോളത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തത് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടൊന്നൊരു വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.